എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിലേക്കുള്ള അപേക്ഷ ഉടൻ ആരംഭിക്കും. ഈ മാസം 10-ാം തീയതിയോടെ തന്നെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന വളരെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക എന്നിങ്ങനെ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കാണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കുറപ്പരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് പോലും ചെയ്തില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ അടുത്ത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. +1 ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപേക്ഷ ഉടനെ ആരംഭിക്കും. അതായത് ഈ മാസം 10-ാം തീയതിയോടെ തന്നെ 10-ന് ശേഷം ആരംഭിക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. അപ്പോൾ ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക നോക്കാം. അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും തന്നെ അപേക്ഷിക്കാം. HSCയിൽ നിന്നും VHSCയിലേക്കും VHSCയിൽ നിന്നും HSCയിലേക്കും ഒഴികെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അത് HSCയിൽ അപേക്ഷിച്ച് കിട്ടിയവർക്ക് VHSCയിലേക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ VHSCയിൽ കിട്ടിയവർക്ക് HSCയിലേക്കും അപേക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ ഒഴികെ നിങ്ങൾക്ക് സ്കൂളും കോഴ്സും മാറാൻ അപേക്ഷിക്കാൻ സാധിക്കും. പിന്നെ ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ അതിൻ്റെ വിശദമായിട്ടൊരു ഇൻട്രഡക്ഷൻ പറയുകയാണെങ്കിൽ, ഒരു 10 പേര് അപേക്ഷിച്ചാൽ 8 പേർക്കും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടുകയില്ല. ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പ് തന്നെ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടത്തുകയായിരുന്നെങ്കിൽ പല വിദ്യാർത്ഥികൾക്കും മീൻസ് കൂടുതൽ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കുന്നതിൽ ഒരു 10 പേര് അപേക്ഷിച്ചാൽ 8 പേർക്കും തന്നെ അവർക്ക് ആഗ്രഹിച്ച സ്കൂളും ആഗ്രഹിച്ച കോഴ്സും കിട്ടിയേനെ. പക്ഷേ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷമായതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കുന്നതിലൊരു 90% വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫർ കിട്ടില്ല. അപ്പോഴത്തേക്കും വേക്കൻസി അവൈലബിൾ ആയിട്ടുണ്ടാകില്ല. അപ്പോൾ എന്നിങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകും. അതായത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ആർക്കും കിട്ടിയാലെന്നല്ല. അപ്പോൾ തന്നെ ഒരു വിദ്യാർത്ഥിനോട് സംശയമായിട്ട് ചോദിച്ചതാണ്, എനിക്ക് നാലാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റായി ലഭിച്ചത്. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് 3 കൊടുക്കാൻ പറ്റുള്ളൂ എന്ന്. അതായത് ആദ്യത്തെ 1, 2, 3 എന്നുള്ള ആദ്യത്തെ 3 മാത്രമേ എനിക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വേണ്ടി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ആ വിദ്യാർത്ഥി ചോദിച്ച ചോദ്യം. അപ്പോൾ ഈ വിദ്യാർത്ഥി മനസ്സിലാക്കേണ്ടത് അങ്ങനെയൊന്നും അല്ല കേട്ടോ. നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ, ഞാൻ +1 കയറിയ ടൈമിൽ എൻ്റെ ഫ്രണ്ടായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അവൻ ഒരു മാസമായിരുന്നുള്ളൂ. അതിന് മുമ്പ് ട്രാൻസ്ഫർ മേടിച്ചുകൊണ്ട് പോയി. അവൻ ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് 5 സ്കൂൾ അവൻ കൊടുത്തു. അവന് 5 പോകാൻ താല്പര്യമുള്ള സ്കൂൾ, ഞാനന്ന് പറഞ്ഞു പോകാൻ താല്പര്യമുള്ള കോഴ്സ് കൊടുത്താൽ മതി. അന്ന് അവൻ അതുപോലെ ചെയ്തുകൊണ്ട് അവന് ആഗ്രഹിച്ച സ്കൂളും കോഴ്സും കിട്ടുക തന്നെ ചെയ്തു. നമ്മൾ ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കുമ്പോഴുള്ള വസ്തുത എന്ന് പറയുന്നത്, നമുക്ക് വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലേക്കും അപേക്ഷിക്കാം. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്കൂളിൽ ഒരു കോഴ്സിൽ ഒരു വേക്കൻസി എങ്കിലും ഉണ്ടെങ്കിൽ, ഒരു സ്കൂളിൽ ഒരു കോഴ്സിൽ ഒരു വേക്കൻസി എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്കൂളിൻ്റെയും ആ കോഴ്സിൻ്റെയും ലിസ്റ്റ് വേക്കൻസി ലിസ്റ്റിൽ വരികയുള്ളൂ. ആ സ്കൂളിൻ്റെയും ആ കോഴ്സിൻ്റെയും വേക്കൻസി ലിസ്റ്റ് വരികയുള്ളൂ. പക്ഷേ ഒരു സ്കൂളിൽ 65 വേക്കൻസി ഉണ്ട്. 65 വേക്കൻസിയും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റോട് കൂടി ഫില്ലാകുകയാണെങ്കിൽ ആ സ്കൂളിൻ്റെ വേക്കൻസി ഒരിക്കലും വേക്കൻസി ലിസ്റ്റിൽ വരികയില്ല. അതിന് കാരണം അവിടെ വേക്കൻസി ഇല്ല. പക്ഷേ നിങ്ങൾക്ക് ആ സ്കൂളുകളിലേക്കും അപേക്ഷിക്കാം. കാരണം 65 വേക്കൻസി ഉണ്ടെങ്കിൽ അത് 65 വേക്കൻസി ഉള്ളതിൽ 65 വേക്കൻസിയും ഫില്ലായിട്ടുണ്ട്. 65 വേക്കൻസി ഉള്ളതിൽ അപ്പോൾ അന്നേരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആ സ്കൂളിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കാൻ സാധിക്കും നോക്കാം. അവിടുന്ന് ഒരാൾ, ആ സ്കൂളിൽ നിന്നും നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്കൂളിൽ വേക്കൻസി ഇല്ലെങ്കിൽ ആ സ്കൂളിൽ നിന്നും ഒരാൾ മറ്റേതെങ്കിലും സ്കൂളിലേക്കോ അല്ലെങ്കിൽ അതേ സ്കൂളിൽ തന്നെ മറ്റേതെങ്കിലും കോഴ്സിലേക്കോ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥി ട്രാൻസ്ഫറായി പോയി കഴിഞ്ഞാൽ ആ ഒരു വേക്കൻസി അവിടെ ഒഴിവ് വരും. അന്നേരം അവിടേക്ക് മറ്റൊരാൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ ആ വേക്കൻസിയിലേക്ക് പരിഗണിക്കും. മനസ്സിലാകുന്നുണ്ടോ? അതായത് നിങ്ങൾക്ക് അവിടെ വേക്കൻസി ഇല്ലെങ്കിൽ പോലും വേക്കൻസി ലിസ്റ്റ് നോക്കുമ്പോൾ വേക്കൻസി അവിടെ ഇല്ല. പക്ഷേ എന്നാൽ പോലും എന്ത് ചെയ്യും? ആ ഒഴിവുള്ള വേക്കൻസിയിലേക്ക് പരിഗണിക്കും. അതായത് ആ സ്കൂളിൽ നിന്ന് മറ്റൊരു വിദ്യാർത്ഥി ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷിക്കുകയും ഒന്നെങ്കിൽ മറ്റൊരു സ്കൂളിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു കോഴ്സിലേക്ക് ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷ സമർപ്പിക്കുകയും ആ വിദ്യാർത്ഥിക്ക് ട്രാൻസ്ഫർ കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ ആ വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് മുഖ്യഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിലും സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അപേക്ഷിച്ച വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങൾക്കും ട്രാൻസ്ഫറിന് അപേക്ഷിക്കാം. അതാണ് ഇതിൻ്റെ വസ്തുത എന്ന് പറയുന്നത്.
ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ്, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പ് ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടത്തുകയായിരുന്നെങ്കിൽ പല വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ചേനെ. പക്ഷേ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടത്തുന്നത് കൊണ്ട് തന്നെ പല വിദ്യാർത്ഥികൾക്കും ഇത് ചെയ്യില്ല. അത് അപേക്ഷിക്കുന്നതിൽ 10 വിദ്യാർത്ഥികൾ 8 വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫർ കിട്ടില്ല. കാരണം വേക്കൻസി ഉണ്ടാവില്ല. കാരണം നിങ്ങൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വേക്കൻസി ലിസ്റ്റ് വന്നപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു ട്രാൻസ്ഫറിനെ കുറിച്ച്. വേക്കൻസി വേണമെങ്കിൽ എടുത്ത് നോക്കിയോ, 10 മേലേക്കൊന്നും മിക്ക സ്കൂളുകളിൽ, ഒരു 100 സ്കൂൾ എടുത്താൽ ഒരു 90 സ്കൂളുകളിലും 10 മേലേക്ക് വേക്കൻസി കാണുകയില്ല. അതിന് അപൂർവം ചില സ്കൂളുകളിൽ മാത്രം 30-40 വേക്കൻസികൾ ഒഴിഞ്ഞ് കിടപ്പുണ്ടെങ്കിൽ ഉണ്ട്, അത്രയേ ഉള്ളൂ. ഇതാണ് വേക്കൻസി. അപ്പോൾ വേക്കൻസി എല്ലാം തന്നെ ഏകദേശം തന്നെ ഫില്ലാകും. കാരണം ഫില്ലായിട്ടുണ്ടാവും. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വേക്കൻസി ലിസ്റ്റിന് വരും. ഇനി അതാണ് രസം. ഇനി കളി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ വേക്കൻസി ലിസ്റ്റ് ഇപ്പം കളി തുടങ്ങാൻ പോകുന്നുള്ളൂ. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ വേക്കൻസി ലിസ്റ്റ് എന്ത് ചെയ്യും? ഒരു 10-ാം തീയതി അപേക്ഷ തുടങ്ങുകയാണെങ്കിൽ 2-3 ദിവസത്തിനകം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വേക്കൻസി വരും. ഈ മറ്റേ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്ന് അതിൻ്റെ അഡ്മിഷൻ കഴിഞ്ഞ് അതിന് ശേഷം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വേക്കൻസി ലിസ്റ്റ് വരും. അന്നേരമായിരിക്കും ഇതിലപ്പുറത്തെ രസമായിരിക്കും കാണാൻ പോകുന്നത്. അതിന് വേക്കൻസി ലിസ്റ്റിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. കാരണം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഉള്ള വേക്കൻസിയും കൂടെ കുറേ ഫില്ലായി കിട്ടും. കുറേ വേക്കൻസി ഫില്ലായി പോകും. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അവസ്ഥ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഇപ്പോൾ തന്നെ പല സ്കൂളുകളിലും ഒന്നൊക്കെ ഞാൻ കാണുന്നു. ഞാനിപ്പം കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഞാൻ കാസർഗോഡ് ജില്ലക്കാരനായതുകൊണ്ട് ചുമ്മാ വേക്കൻസി ലിസ്റ്റ് എടുത്ത് നോക്കുമ്പം സ്കൂളിൻ്റെ പേര് ഒന്ന് ഇങ്ങനെ മറിച്ച് പോകുമ്പോൾ 1, 2, 3, 4, 5, 10 മേലേക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല. സത്യം പറയുകയാണെങ്കിൽ ഞാൻ കാസർഗോഡ് ജില്ലയിൽ എല്ലാ സ്കൂളുകളും ഞാൻ നോക്കിയില്ല. ഒരു 10-25 സ്കൂളുകൾ ഞാൻ നോക്കുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഒരു 10-25 സ്കൂളുകളുടെ ലിസ്റ്റ് ഞാൻ എടുത്ത് നോക്കുമ്പോൾ 10 മേലേക്ക് ഒരു സ്കൂളിലും ഇല്ല. 10 മേലേക്കില്ല, മാക്സിമം പോയ 10, അത്രയൊക്കെ ഉള്ളൂ. അതിൽ ഞാൻ 25 സ്കൂൾ കണ്ടെങ്കിൽ അതിൽ 10-15 സ്കൂളുകൾ ഒന്നാണ് പോകുന്നത്. ഒന്ന് പറഞ്ഞ വേക്കൻസി ലിസ്റ്റ് കാണിയത്. ഇനിയിപ്പം ട്രാൻസ്ഫറിൻ്റെ വേക്കൻസി ലിസ്റ്റ് വരുമ്പോൾ അത്രയും പോലും കാണില്ല. നമ്മളിത് ചുമ്മാ പറഞ്ഞല്ല കേട്ടോ. നമ്മളിത് ചുമ്മാ വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടാനോ വീഡിയോ 10 മിനിറ്റ് 20 മിനിറ്റ് വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നതല്ല. എല്ലാ വർഷവും കാണുന്ന കാഴ്ച തന്നെയാണ്. ഞാൻ എന്ന് +1 അലോട്ട്മെൻറ്റ് വെച്ച് കയറിയോ അന്ന് തൊട്ട് ഞാൻ ഈ കാണുന്ന കാഴ്ചയാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വേക്കൻസി. അന്ന് തൊട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങിയത്. അന്ന് തൊട്ടാണ് ഇതിനെക്കുറിച്ച് നമുക്ക് വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. അന്ന് തൊട്ട് നമ്മളിത് കാണുന്ന കാര്യം തന്നെയാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ്. എല്ലാ വർഷവും നമ്മൾ കാണുന്നതാണ്. ഈ വർഷവും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇനി അടുത്ത വർഷം വരാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കും ഇനി അടുത്ത വർഷം അലോട്ട്മെൻറ്റ് വെച്ച് വരാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ കാര്യം എടുക്കുകയാണെങ്കിലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഏതാണ്ട് ഇതിന് സമാനമായ ഗതികൾ തന്നെ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ അടുത്ത വർഷം വരുമ്പോഴത്തേക്കും വലിയ അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അടുത്ത വർഷവും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ ഇപ്പോൾ തന്നെ മലപ്പുറം കോഴിക്കോട് ജില്ലയുടെ കാര്യം എടുക്കണം, പരിതാപകരമാണ്. അവിടെയൊക്കെ ട്രാൻസ്ഫർ അപേക്ഷിച്ചാൽ കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. അവിടെ മലബാർ മേഖലയിൽ നിങ്ങൾ ട്രാൻസ്ഫർ അപേക്ഷിക്കുകയും നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളുടെ ഭാഗ്യം നിന്ന് കൂട്ടിയാൽ മതി. കാരണം അവിടെ എന്തില്ല, ആവശ്യത്തിനുള്ള സീറ്റ് പോലുമില്ല. പല വിദ്യാർത്ഥികളും പട്ടികയ്ക്ക് പുറത്താണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് എന്ത് ചെയ്യുന്നത്, മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഇതുവരെ പ്രവേശനം ലഭിക്കാത്തത്. അവർക്കെങ്ങനെയും സീറ്റ് കൊടുക്കണം, എന്നിട്ടല്ലേ ട്രാൻസ്ഫറിൻ്റെ കാര്യം. കിട്ടാത്തവൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. പക്ഷേ കിട്ടിയവനോ അത് മാറുകയും ചെയ്യണം. മലബാർ മേഖലയിലെ കാര്യം സർക്കാർ എപ്പോഴും എന്തിനേ മുൻതൂക്കം കൊടുക്കുകയുള്ളൂ, കിട്ടാത്തവർക്ക് കിട്ടാനേ മുൻതൂക്കം കൊടുക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ടായിരിക്കും ട്രാൻസ്ഫറിൻ്റെ കാര്യം. അപ്പം എന്ത് ചെയ്തുകൊള്ളുക, അപേക്ഷിക്കുന്നതിന് മുടക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ആർക്ക് വേണേലും അപേക്ഷിക്കാം. കിട്ടിയാൽ നിങ്ങളുടെ ഭാഗ്യമായിരിക്കും. പക്ഷേ അപേക്ഷ നോക്കിയോളാം. കിട്ടിയാലെന്നല്ല ഞാൻ പറഞ്ഞത്, മാക്സിമം അപേക്ഷിക്കുക. നിങ്ങൾക്ക് കിട്ടുമായിരിക്കും, കിട്ടാതിരിക്കാൻ അവിടെ പോകാൻ. എന്നിങ്ങനെ ഇപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയെല്ലാം ആയിക്കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.